ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇവിടെ റിവെറ്റിൽ എങ്ങനെ ഒരു സെലക്ഷൻ സേവ് സെലക്ഷൻ ചെയ്ത് നമുക്കത് അതിലൂടെ ഫിൽറ്റർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു കമാൻഡിനെ പറ്റി പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ റിവെറ്റിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റുകളായി നമുക്ക് സേവ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യുന്ന ഒരു അതിന് ഒരു ഫിൽറ്റർ ഓപ്ഷനിലൂടെ നമുക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ചെറിയ മെത്തേഡാണ്. അപ്പോൾ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ചെറിയ ട്യൂട്ടോറിയലാണ്, റിവെറ്റ് ട്യൂട്ടോറിയലാണ്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു ഇലക്ട്രിക്കൽ കേബിൾ ട്രേ ലേഔട്ടാണ്. നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. നമ്മൾ സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെക്കാനിക്കൽ ഡക്റ്റ് വേണമെങ്കിൽ ഡക്റ്റ്, പ്ലംബിങ് വേണമെങ്കിൽ അത് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഇലക്ട്രിക്കലിലെ ഒരു ഫിൽറ്റർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക്കൽ കേബിൾ ട്രേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈസസ് നമ്മളിവിടെ നിന്ന് കിട്ടും. ഞാനിപ്പോൾ ഒരു 100ൻ്റെ കേബിൾ ട്രേ വരയ്ക്കുന്നതാണ്. എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ റൂട്ടിങ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഒരു കേബിൾ ട്രേ ഞാനിവിടെ വരച്ചു. അതിനുശേഷം ഞാൻ അടുത്തൊരു കേബിൾ ട്രേ നമ്മൾ എടുത്ത് വരയ്ക്കുന്നു. ഒരു 200ൻ്റെ കേബിൾ ട്രേ വരച്ചു. ഓക്കെ, ഒരു മിനിമം ഗ്യാപ്പ് കിട്ടും. നമ്മൾ സെയിം ലെവലിൽ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഡിഫറെൻറ്റ് ലെവലുകൾ നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു വേറൊരു ഓപ്ഷൻ കാണിക്കാൻ എന്നുള്ളത് കൊണ്ട് ഞാൻ സെയിം എലിവേഷനിൽ തന്നെയാണ് നമ്മൾ ഇപ്പം ഇവിടെ കേബിൾ ട്രേ വരച്ചിരിക്കുന്നത്. നമുക്കിവിടെ കാണാം, ഇവിടെ പോയിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് ഞാൻ വീണ്ടും ഒരു കേബിൾ ട്രേ, ഒരു 300ൻ്റെ കേബിൾ ട്രേ നമ്മൾ വരയ്ക്കുകയാണ്. 300 കേബിൾ എടുത്തു, 300 കേബിൾ ട്രേ ഇവിടെ വരച്ചു. ഓക്കെ, ഞാൻ സെയിം ലെവലാണ് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇവിടെ ഇത് ലെവൽസ് മാറ്റി കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ഒരു കൺഡ്യൂട്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൺഡ്യൂട്ട് വരയ്ക്കാം. CN എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺഡ്യൂട്ട്സുകൾ വരയ്ക്കാം. ഇത് ഇലക്ട്രിക്കൽ ബേസ് ചെയ്തുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു ട്യൂട്ടോറിയലാണ്. നമുക്ക് പല സൈസുകളിവിടെ കിട്ടും. നമ്മൾ അടുത്തൊരു സൈസ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കൺഡ്യൂട്ട്സ് ഞാനിവിടെ വരച്ചു. നമുക്കിതിനെ ഒരു സെലക്ഷൻ ടൂളിലൂടെ നമുക്കിതിനെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഫിൽറ്റർ ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കാം. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരൂ. ഓക്കെ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഒരു കേബിൾ ട്രേക്ക് ഞാൻ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കേബിൾ ട്രേ 1 എന്നാണ്. ഞാനിതിനെ ഒരിടത്ത് പ്രസ് ചെയ്ത് ടാബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സെലക്ട് ആവും. പിന്നെ അതിനുശേഷം നമ്മളിവിടെ സേവ് ഓപ്ഷൻ കൊടുക്കുക. സേവ് സെലക്ഷൻ ക്ലിക്ക് ചെയ്തു. ദെൻ വാട്ട് വിൽ ഡു, ജസ്റ്റ് ടൈപ്പ് ട്രേ 1. ഓക്കെ, ഞാനതിന് ട്രേ 1 എന്നും പറഞ്ഞാണ് കൊടുത്തത്. ഓൾറെഡി ദിസ് നെയിം ഈസ് എക്സിസ്റ്റ്, ഓൾറെഡി ഞാൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഞാനത് തന്നെ കൊടുത്ത്. അപ്പം ഞാൻ വേറൊരു പേര് കൊടുക്കാം. ഇതിന് ഞാനിപ്പം സേവ് ചെയ്യുന്നു. CT1 100 എന്ന് കൊടുക്കുക. CT100 അല്ലെങ്കിൽ CT1 എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത കേബിൾ ട്രേ ഞാൻ സെലക്ട് ചെയ്തു, എന്നിട്ട് സേവ് ചെയ്യുന്നു. അതിന് CT2 എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ, അടുത്ത ഞാൻ സേവ് ചെയ്തു, CT3 എന്നും പറഞ്ഞു കൊടുത്തു. ഓക്കെ, അടുത്ത കൺഡ്യൂട്ടാണ്. കൺഡ്യൂട്ടിന് ഞാൻ സേവ് ചെയ്യുന്നു. അതിന് ഞാൻ കൺഡ്യൂട്ട് 1 എന്നും പറഞ്ഞു കൊടുക്കുന്നു. അടുത്തത് ഞാനിതുപോലെ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് അതിനെ കൺഡ്യൂട്ട് 2 എന്നും പറഞ്ഞു കൊടുക്കുന്നു. ഡിഫറെൻറ്റ് നെയിംസ് യു ക്യാൻ ചൂസ്. ഓക്കെ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇലക്ട്രിക്കൽ മെത്തേഡ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇത് ഇത്രയും ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ 3Dയിൽ കാണാൻ പറ്റും നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് കേബിൾ ട്രേ ഇവിടെ സ്ട്രെച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നീളത്തിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാം നമുക്കിവിടെ 3Dയിൽ എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ള, ഇതിനെ ഒരു സേവ് സെലക്ഷൻ ഓപ്ഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതിന് ഓരോന്നിനും ഞാനിപ്പോൾ ഇതിന് കൊടുത്തിരിക്കുന്നത് CT1 എന്നാണ്. അപ്പോൾ നമ്മൾ VV ടൈപ്പ് ചെയ്യുക. അവിടെ ഫിൽറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ ഓൾറെഡി 2 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്ത് കളയുവാണ്. ഞാൻ ആഡെന്നും പറഞ്ഞ് കൊടുത്തു. നമ്മളിതിനകത്ത് CT1 to CT3 ദെൻ
ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. ഈ ഫിൽറ്ററിലേക്ക് നമ്മൾ സെലക്ഷൻ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാണ് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് സെലക്ഷൻ ഫിൽറ്റർ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളിതിനകത്ത് ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ പാറ്റേൺസ് എന്ന് പറഞ്ഞുണ്ട്. പാറ്റേൺസിൽ സോളിൽ ഫില്ല് കൊടുത്തു, നമ്മളതിനൊരു കളർ കൊടുത്തു, ഇത് കൊടുത്തു, ഈ കളർ സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു. നെക്സ്റ്റ് വേറൊരു കളർ കൊടുത്തു. നമ്മൾ അടുത്തതിന് CT2 എന്നുള്ളതിന് നമ്മൾ സോളിഡ് ഫില്ല് കൊടുത്തു, ഒരു കളർ സെലക്ട് ചെയ്യുന്നു. CT2ന് ഞാനൊരു കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. അടുത്തത് CT3ക്ക് ഞാനൊരു കളർ സോളിഡ് ഫില്ല്, അടുത്തൊരു കളർ ഗ്രീൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ജസ്റ്റ് സിമ്പിളായിട്ടൊരു സെലക്ഷൻ മെത്തേഡാണിത്. അടുത്ത് ഞാൻ റെഡ് കൊടുത്തു, ഓക്കെ. അടുത്തൊരു കണ്ടിന്യൂ 2 ആണ്, അതിന് ഞാൻ സോളിഡ് ഫില്ല് കൊടുത്തു, അതിൻ്റെ കളർ ഞാൻ ഇത് കൊടുത്തു, ഓക്കെ. ഇത് ഞാൻ ഓക്കെ അപ്ലൈ, ഓക്കെ. സോ ഹിയർ ഇറ്റ്സ് എഫക്റ്റഡ് ദാറ്റ് വൺ. സോ ദ പ്ലാൻസ് നമുക്കിത് പ്ലാനിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാം കണ്ടിന്യൂസിൻ്റെ കളറുകൾ ഇവിടെ വിസിബിളായി കിട്ടും. പക്ഷേ ഇനി 3D വ്യൂവിൽ നമുക്കിതില്ല. നമുക്ക് 3D വ്യൂവിലും മെത്തേഡ് ഫിൽറ്ററിൽ പോകുന്നു. നമുക്കിത് രണ്ടും വേണ്ട, നമുക്കത് റിമൂവ് ചെയ്യാം. ദിസ് വൺ റിമൂവ് ആൻഡ് ദെൻ ആഡ്. ദെൻ നമ്മൾ സെലക്ട് ചെയ്താണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത് നമുക്കിത് എത്രയാണ് സെലക്ട് ആയിട്ടുള്ളത് നമ്മളത് എടുത്തിട്ട് സെയിം സോളിഡ് ഫില്ല് നമ്മൾ കൊടുത്ത കളർ ചൂസ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഡിഫറെൻറ്റ് കളറാണെങ്കിൽ ഡിഫറെൻറ്റ് കളർ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതിന് ഞാൻ ഈ കളറാണ് യൂസ് ചെയ്തത്, അത് യൂസ് ചെയ്തു. ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം, ഓക്കെ. ഇതിനകത്ത് നമ്മൾ അടുത്തത് ഗ്രീൻ സെലക്ട് ചെയ്തു, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ കോൺഡ്യൂട്ടാണ്. കോൺഡ്യൂട്ടിന് നമ്മൾ സോളിഡ് ഫില്ല്, കോൺഡ്യൂട്ട് നമ്മൾ ഫസ്റ്റ് കൊടുത്ത് റെഡ് കൊടുത്തു, കോൺഡ്യൂട്ട് 1ന്, ഓക്കെ. കോൺഡ്യൂട്ട് 2ന് നമ്മൾ സോളിഡ് ഫില്ല് കൊടുത്തു. നമ്മളടുത്ത കളർ ഇതാണ് ചൂസ് ചെയ്തത്, അത് കൊടുത്തു, ഓക്കെ കൊടുത്തു, അപ്ലൈ ചെയ്തു. ശരി, നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്തും ഒക്കെ നമുക്ക് കളർ കൊടുത്ത് സേവ് സെലക്ഷൻ ചെയ്ത ഒരു ഓപ്ഷൻസാണ് ഇത്. ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ഞാനിപ്പോൾ ജസ്റ്റ് കേബിൾ ട്രെയിനർ ഒരു മെത്തേഡ് മാത്രമേ കാണിച്ചത്. ഇത് ജസ്റ്റ് ഒരു സേവ് സെലക്ഷൻ മെത്തേഡാണ്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണത്, ഓക്കെ. ഇപ്പം നമുക്ക് ഇവിടെ ആഡെന്ന് കൊടുക്കുമ്പോൾ സെലക്ഷൻ ഫിൽറ്റേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളത് സെലക്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. മീൻസ് അതിനകത്തോട്ട് ആഡ് ചെയ്യാൻ നമുക്ക് പറ്റും, ഓക്കെ. ഇപ്പം നമ്മളിതിനെ നമുക്ക് വീണ്ടും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് സിമിലർ എടുത്ത് നമ്മൾ അടുത്തത് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ വീണ്ടും സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ് പോവുക. അപ്പോൾ നമ്മുടെ ഈ കണ്ടിന്യൂ 2 ആണത്, കണ്ടിന്യൂ 2 എഡിറ്റ് എന്നും പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ആഡ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ആഡ് സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫിനിഷ് സെലക്ഷൻ അതെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ 2ലേക്ക് ആഡ് ആവും. ഇതിൽ തന്നെ നമ്മൾ പോയിട്ട് ഡ്രോ കണ്ടിന്യൂട്ട് എടുത്തു. അപ്പോൾ നമ്മളടുത്ത് ഇതിൽ ഇങ്ങനെ വന്നു, ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും പാർട്ട് ഇവിടെ ഇതിനകത്തോട്ട് ആഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ആ സെലക്ഷൻ വന്നിട്ടില്ല നമുക്ക്. അപ്പോൾ ഇതിൽ ഒന്നിൽ പ്രസ് ചെയ്തിട്ട് ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് സെലക്ഷൻ കിട്ടും. അതിനെ നമ്മൾ എഡിറ്റിൽ പോവുക, കണ്ടിന്യൂട്ട് 1 ആണ്, അതിനെ എഡിറ്റ് ചെയ്തിട്ട് ആഡ് സെലക്ഷൻസ് ഉണ്ട്, ആഡ് സെലക്ഷൻ കൊടുക്കുന്നു. നമുക്കിതെല്ലാമാണ് വേണ്ടത്, നമ്മൾ ആഡ് സെലക്ഷനിലേക്ക് ഇടുന്നു. ഇതൊരു ജസ്റ്റ് ഒരു സിമ്പിൾ ഫിൽറ്റർ മെത്തേഡാണ്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ അറിയിക്കുക. ഇത് ജസ്റ്റ് ഒരു സിമ്പിൾ മെത്തേഡാണ്, സിമ്പിളായിട്ടുള്ളൊരു സെലക്ഷൻ മെത്തേഡാണിത്. സെലക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ചെറിയ മെത്തേഡാണിതിന്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് കണ്ടിന്യൂസുകളും ഒക്കെ നമുക്കിവിടെ വരച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം അതിനുള്ള കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഡ്രോയിങ്സ് ബ്യൂട്ടിഫുൾ ആക്കാനൊക്കെ പറ്റും. കണ്ടിന്യൂസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഏതിനെയും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, ഏത് ഒബ്ജക്റ്റുകളെയും നമുക്ക് ഇതുകൊണ്ട് നമുക്ക് സേവ് സെലക്ഷൻ കൊടുത്ത് നമുക്ക് ഫിൽറ്ററിലൂടെ നമുക്ക് ഡിഫറെൻറ്റ് കളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡ്രോയിങ്സൊക്കെ ഒന്ന് പ്രസൻറ്റേഷൻ ബേസിലൊക്കെ ആക്കാൻ പറ്റും. ഇതൊരു മെത്തേഡ് മാത്രമാണ്, ഇനിയൊരു ഫിൽറ്റർ ഓപ്ഷൻസുകളുണ്ട്. അതിന് അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെ ഇത് മോറായിട്ടുള്ളൊരു ചെറിയ വീഡിയോ നമ്മൾ നെക്സ്റ്റ് ടൈം അവതരിപ്പിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. ഞാൻ എൻ്റെ വീഡിയോസ് AutoCAD ബേസ് ചെയ്തും Revit ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. Thank you for watching.